ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതിനോടൊപ്പം തന്നെ നാളെ എന്ന് പറയുന്നത് ഒരു ന്യൂ വീക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ വീക്ക്ലി പെർസ്പെക്റ്റീവിൽ മാർക്കറ്റിനെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് വീക്ക്ലി ഉള്ള മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണ് അതിൻ്റെ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഡെയിലി വ്യൂസിലോട്ട് നമുക്ക് എൻ്റർ ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള വീക്ക്ലി അനാലിസിസ് വീഡിയോയും അതിനോടൊപ്പം തന്നെ നാളത്തേക്കുള്ള കമ്മിങ് ഡേ ആയിട്ടുള്ള നാളെ മൺഡേയിലേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. മോസ്റ്റ്ലി പല ആൾക്കാരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലാസ്റ്റ് ഫ്രൈഡേയിൽ തന്നെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ചെയ്യുന്നതായിട്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. നമുക്ക് കൂടുതൽ ടൈം പോകുന്തോറും നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടും. പക്ഷേ നമ്മൾ ഫ്രൈഡേയിൽ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ചെയ്താലുള്ള പ്രശ്നം സാറ്റർഡേ സൺഡേ എന്ന് പറയുന്ന 2 ദിവസങ്ങളിൽ അൺസർട്ടൺ ആയിട്ടുള്ള ദിവസങ്ങളാണ്. അവിടെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ന്യൂസുകളോ കാര്യങ്ങളോ വരുന്ന ടൈമിൽ നമുക്ക് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് മൊമെൻ്റ് ആയിട്ടുള്ള സൺഡേയിൽ തന്നെയാണ് നമ്മൾ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങളും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്ന ലെവൽസും കാര്യങ്ങളും നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അവിടെ ഒരിക്കലും ഒരു എൻട്രി പ്ലേസ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ആ ലെവൽസിൽ എത്തുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലാകാം ആ ലെവൽസിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്, ആ ലെവൽസിനെ മാർക്കറ്റ് മോസ്റ്റ്ലി റെസ്പെക്റ്റ് ചെയ്യാനുള്ള മോർ ചാൻസസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി ഇൻഡിക്കേറ്റർ സെല്ല് ചെയ്യുന്നൊരു പേജാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ടെലിഗ്രാമിൻ്റെ പേജ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. യൂട്യൂബിൽ ഇത്രയും വൈഡർ ഓഡിയൻസിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഞാൻ ടെലിഗ്രാമിൽ പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നമ്മുടെ ടെലിഗ്രാമിലും കൂടി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ നാളത്തേക്കുള്ള വീക്ക്ലി അനാലിസിസ് വീഡിയോയും നാളെ ഡെയിലി പെർസ്പെക്റ്റീവ് വ്യൂവും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതാണ് നാളത്തേക്കുള്ള മെയിൻലി ഇൻട്രാഡേയിലേക്കുള്ള അനാലിസിസ് വീഡിയോയും അതിനോടൊപ്പം തന്നെ നാളെ എന്ന് പറയുന്നത് ഒരു ന്യൂ വീക്ക് ആയതുകൊണ്ട് വീക്ക്ലി അനാലിസിസ് വീഡിയോയുമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു വീക്ക്ലി ടൈം ഫ്രെയിം ചാർട്ടിലാണ് നിൽക്കുന്നത്. ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ബെയറിഷ് തന്നെയാണ്. അണ്ടിൽ ആൻഡ് അൺലെസ് മാർക്കറ്റ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 23,792 എന്നുള്ള ലെവൽ മാർക്കറ്റിനെ ടേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഫർദർ അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഒരു വീക്ക്ലി പെർസ്പെക്റ്റീവിൽ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ മാർക്കറ്റിൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ ഡൗൺ സൈഡിലോട്ട് വന്നില്ലേ, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. മാർക്കറ്റ് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നതിന് ശേഷം മാർക്കറ്റ് ഇനി ഫർദർ അപ്വേർഡിലാണ് പോകാൻ നോക്കുന്നത് എങ്കിൽ മാത്രം നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീക്ക്ലിയിൽ മാർക്കറ്റ് ബുള്ളിഷ് ആവണമെങ്കിൽ മാർക്കറ്റ് 23,792 എന്ന് പറയുന്ന ലെവലിനെ ടേക്ക് ചെയ്യണം. അപ്പോൾ ഡെയിലി പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ടായിരുന്നു. പക്ഷേ ആ ചേഞ്ച് ഓഫ് ക്യാരക്ടറിനെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ മാർക്കറ്റ് വീണ്ടും ഫർദർ ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അതിൻ്റെ റീസൺ കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഡെയിലി ടൈം ഫ്രെയിമിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് കിട്ടുവാണെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാൻ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു റീസൺ ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളും ആ ലെവൽസിൽ വളരെ കുറച്ച് ലെവൽസേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. 2 ലെവൽസാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 22,791. നാളത്തെ മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ ഈ ഒരു ലെവലായിട്ടുള്ള 22,824 എന്ന് പറയുന്ന ലെവലിലോട്ട് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ലെവലും മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാർക്കറ്റ് ഈ ഒരു ലെവലൊന്നും ടേക്ക് ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്. മാർക്കറ്റ് ഫർദർ അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഡൗൺ സൈഡിലോട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന പോയിൻ്റാണ് 22,759 എന്ന് പറഞ്ഞ ലെവൽ. അപ്പോൾ ആ ഒരു ലെവലിൻ്റെ താഴെയാണ് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ നെക്സ്റ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്ന ലെവൽ ഈ ഒരു ലെവലാണ് 22,721. ഈ ഒരു ലെവലിൻ്റെ താഴെ നിന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ട് അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഷാർപ്പായിട്ട് മൂവ് ചെയ്യുന്നില്ല, താഴോട്ട് തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വീണ്ടും വരാനുള്ള ഒരു ഹൈ പ്രോബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ബെയറിഷ് തന്നെയാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് നാളത്തെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞത് ബുള്ളിഷ് എൻട്രീസ് ആണ്. പക്ഷേ
നാളെ വീണ്ടും നമുക്കൊരു ഫോളിംഗ് മാർക്കറ്റ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഏതെങ്കിലും പോയിന്റിൽ റിവേഴ്സ് ആയിട്ട് നിങ്ങൾ എൻട്രി പ്ലേസ് ചെയ്യാതിരിക്കുക. ഫോളിംഗ് മാർക്കറ്റിൽ ഫോൾ ചെയ്യുന്ന പോയിന്റ്സ് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന മാർക്കറ്റ് ആണെങ്കിൽ അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ്സ് മാത്രം പോയിന്റ്സ് മാത്രം ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ റിവേഴ്സൽ പോയി ട്രൈ ചെയ്യാതിരിക്കുക. ഞാൻ റിവേഴ്സൽ ട്രൈ ചെയ്യാൻ പറഞ്ഞ ഒരേ ഒരു പോയിന്റ് ഈ ഒരു ലെവലാണ് 22,721 താഴെ മാർക്കറ്റ് വന്നതിന് ശേഷം ഷാർപ്പായിട്ട് മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് തരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നെങ്കിൽ ഫർദർ അപ്സൈഡിലോട്ട് എടുക്കാം. അല്ല ഇതിന് താഴെ തന്നെ സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഫർദർ ഡൗൺ സൈഡിലോട്ട് വരാനാണ് കൂടുതൽ പ്രോബിലിറ്റി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഗ്രൂപ്പുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ ചാനലും ഈ വീഡിയോയും ജസ്റ്റ് ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമ്മൾ നാളത്തേക്ക് നോക്കുന്നുള്ളൂ. അല്ലാതെ വളരെ കൂടുതൽ ലൈൻസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വെച്ചിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു 4 ലൈൻസ് മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇതിന് താഴേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ തന്നെ മാർക്കറ്റിൽ സപ്പോർട്ട് എടുക്കുന്ന ഒരു ഏരിയയിലോട്ട് നിങ്ങൾ തന്നെ വാച്ച് ചെയ്യാനല്ല കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ലെവൽസിൻ്റെ ഉള്ളിലൊക്കെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ നാളത്തെ ദിവസത്തിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.